നമസ്കാരം, ഗുരുവായൂർ ഓട്ടോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ നേരം വൈകിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് വിഷ്ണുവിന് വേറെയും 1-2 ഷൂട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എത്തിയത് ഈ സമയത്താണ്. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുന്നത് പിന്നെയും ലേറ്റായിട്ടായിരിക്കും. പക്ഷെ എന്നാലും വൈശാഖല്ലേ, മുടങ്ങാതെ അങ്ങോട്ട് എത്തിക്കണം എന്നൊരു മോഹമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവസാന നിമിഷമാണെങ്കിലും ചെയ്യാം എന്ന് കരുതി ഓടി വന്നതാണ്. ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് ചോദിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നരസിംഹാവതാരം കഥ പറഞ്ഞപ്പോൾ ഇത് എവിടെയാണ് നിൽക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മാവിൻചോടില്ലേ, നമ്മൾ എല്ലാ ദിവസവും നിൽക്കാറുള്ള മാവിൻചോടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഫ്ലാറ്റ് ഉണ്ട്, ചേലൂർ കൃഷ്ണ ഗാർഡൻസ് എന്ന് പറയും. അതിൻ്റെ കോമ്പൗണ്ടിലാണ് കേട്ടോ. അതിൽ ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്, പല പല പേരുകളിൽ, മാധവം, വൃന്ദാവനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുകളിൽ കുറേ ഫ്ലാറ്റുകളുണ്ട്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ഗുരുവായൂരപ്പൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നല്ല ലൊക്കേഷനാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിപ്രായമുണ്ട്. പക്ഷേ എപ്പോഴും ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. കാരണം ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിലും ഈ ഒരു ബിൽഡിങ് മാത്രം ഒരു ഹോട്ടൽ മാതിരി അല്ലെങ്കിൽ ഒരു ഇതുമാതിരി ലോഡ്ജിങ് സംവിധാനം മാതിരിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ആളുകളുണ്ടാവും, എപ്പോഴും തിരക്കുണ്ടാവും. അപ്പോൾ എപ്പോഴും നമുക്കിവിടെ വന്ന് നിന്ന് ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഇത്രയും വൈകി ഈ ഒരു അവസരത്തിലായ കാരണം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. നാമത്തിൻ്റെ അപ്ഡേഷൻസ് എല്ലാവരും ഇതിന് താഴെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളതിനിടയ്ക്ക് വിട്ടുപോയ ബ്രഹ്മഗർവ ശമനം അല്ലെങ്കിൽ ബ്രഹ്മമോഹനം എന്ന കഥയാണ് ഇന്നലെ അനുസ്മരിച്ചത്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കഥ കൂടി ഉണ്ട് കേട്ടോ. അതായത് അതിനോടനുബന്ധിച്ചല്ല, അതിൻ്റെ അടുത്തതായിട്ട് നമ്മൾ കാളിയമർദ്ദനം അനുസ്മരിക്കുന്നതിന് മുൻപായിട്ട് അനുസ്മരിക്കേണ്ട ഒരു കഥയാണ് ധേനുകാസുര വധം. ധേനുകൻ എന്ന അസുരൻ എങ്ങനെയാണ് വധിക്കപ്പെട്ടത് എന്നുള്ള കഥയാണ് കേട്ടോ. രാമകൃഷ്ണന്മാർ എല്ലാ ഗോപാലന്മാരോടും പശുക്കളോടും കൂടി വൃന്ദാവനത്തിൻ്റെ അകത്തെ കാടുകളിൽ അവരെ പശുക്കളെ മേയ്ക്കാനായിട്ട് പോയിരുന്ന സമയത്ത് അവർ താലവനത്തിലെത്തി. താലവനം എന്നൊരു വനത്തിലെത്തി. അത് കംസൻ്റെ അധീനതയിലുള്ള ഒരു എന്താ പറയുക, പന എന്ന് പറയുന്ന ആ ഒരു വൃക്ഷമില്ലേ, അതിൻ്റെ ഒരു തോട്ടമുണ്ട് അവിടെ. പനനൊങ്ക് എന്ന് പറയുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ആ ഒരു എന്താ പറയുക പഴവും കൂടി അവിടെ ലഭ്യമാണ്. പക്ഷെ അത് കംസൻ്റെ അധീനതയിലാണ്. അത് നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ധേനുകാസുരനെ ആയിരുന്നു. അപ്പോൾ ധേനുകാസുരൻ അവിടെ ഉണ്ട് എന്നറിയാവുന്ന എല്ലാ ഗോപന്മാരും ആരും അവിടേക്ക് പോവാറില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു രാമകൃഷ്ണന്മാർ അവിടെ എത്തുന്നതും പനനൊങ്ക് അത് ആ ഒരു ഫലം കാണുന്നതും. ബലരാമൻ പറയും അത് നമുക്ക് പറിച്ച് കഴിക്കാമായിരുന്നു എന്ന്. അത് അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെ ധേനുകാസുരൻ്റെ ആ ഒരു ഭരണമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പോകണ്ടെന്ന് ഗോപാലന്മാർ പറഞ്ഞു വെച്ചാലും അദ്ദേഹം അത് വകവയ്ക്കാതെ മുന്നോട്ട് നീങ്ങുകയും അങ്ങനെ ഒരു പന പിടിച്ച് ബലവാനായ രാമൻ ഒരു പന പിടിച്ച് കുലുക്കിയപ്പോൾ അതിൻ്റെ മുകളിലെ എല്ലാ ഫലങ്ങളും നിലത്ത് വീഴുകയും ഗോപാലന്മാർ ഓരോരുത്തരുമായിട്ട് അത് എടുത്ത് കഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ ശബ്ദം, ഇവരുടെ ശബ്ദവും ബഹളവും എല്ലാം കേട്ടിട്ട് ധേനുകാസുരൻ, കഴുതയുടെ രൂപത്തിലുള്ള അസുരനാണ്, ധേനുകാസുരൻ ഓടി വരികയും ധേനുകാസുരൻ രാമകൃഷ്ണന്മാരെ നേരിടുകയും ചെയ്തു. രാമനും കൃഷ്ണനും ഒക്കെ ധേനുകാസുരനായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. ഭഗവാൻ വിചാരിച്ചു അത്രേ, ഇടയ്ക്കൊന്ന് ഏട്ടനും വേണ്ടേ ഈ ഒരു അസുരവധമൊക്കെ, കൃഷ്ണൻ മാത്രമായാൽ ശരിയാവില്ലല്ലോ എന്ന്. രാമനും വിചാരിച്ചു അത്രേ, ഞാൻ കൃഷ്ണൻ്റെ ഏട്ടനല്ലേ, ഞാൻ തന്നെ ആവട്ടെ ധേനുകനെ വധിക്കുന്നതെന്ന്. അങ്ങനെ അദ്ദേഹത്തിനെ കാലിൽ പിടിച്ച് വലിച്ച് എടുത്ത് വട്ടം കറക്കി എറിഞ്ഞു. അതോടെ പല പനകളിൽ ഇടിച്ചുകൊണ്ട് അദ്ദേഹം വീഴുകയും ആ പഴങ്ങളെല്ലാം നിലത്ത് വീഴുകയും അദ്ദേഹത്തിൻ്റെ തല പൊട്ടിച്ചിതറി മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തിയായി എന്നാണ് പറയുന്നത്. ഇതൊക്കെ പൂർവ്വജന്മങ്ങളുള്ള ആളുകളാട്ടോ. ഓരോ മഹർഷിമാരുടെ ശാപത്താലാണ് ഇങ്ങനെ അസുരന്മാരായിട്ട് വന്ന് പിറക്കുന്നത്. അങ്ങനെ ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ടാണ് അസുരനായിട്ട് ധേനുകന് വന്ന് പിറക്കേണ്ടി വന്നത് എന്നാണ് കഥ. അപ്പോൾ എന്തായാലും ധേനുകാസുരനെ വധിച്ചതിന് ശേഷം ആ പഴങ്ങളെല്ലാം കഴിച്ച് സന്തോഷവാന്മാരായിട്ടുള്ള ഗോപന്മാരെല്ലാവരും പശുക്കളെയും കൊണ്ട് രാമനെ മാല അണിയിച്ച് ചുമലിലിരുത്തിക്കൊണ്ട് ജയ് ജയ് വിളിച്ചുകൊണ്ടാണ് അത്ര അന്ന് അവർ തിരിച്ചെത്തിയത്. ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ എന്ന് പറഞ്ഞിട്ട് ഒരു വരി കാണാം നാരായണീയത്തിൽ.
ജയ് ജയ് പാടിക്കൊണ്ടാണ് എല്ലാവരും വന്നുകൊണ്ടിരുന്നത്. ഇത് കേട്ട രോഹിണി അമ്മയ്ക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ഇത്രേ എല്ലാ ദിവസവും ജയ ജയ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണ് മാല ഇടിച്ചുകൊണ്ട് വരാറുള്ളത്. അതിലും അമ്മയ്ക്ക് സന്തോഷം തന്നെയാണ്. എന്നാൽ ഇന്ന് രാമന് മാലയിട്ട് ജയ് വിളിച്ചതുകൊണ്ടാണ് എല്ലാവരും വരുന്നത്. ഇത് കണ്ട് രോഹിണി അമ്മ അതീവ സന്തുഷ്ടയായി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ധേനുകാസുര വധം നടക്കുന്നത്. ഇനി അടുത്തതായിട്ട് പ്രലംബാസുര വധമാണ് അടുത്ത കഥ. പ്രലംബൻ എന്ന അസുരൻ. ഇതെല്ലാം ഇവിടെ നടക്കുന്ന സമയത്ത് ഓരോ വാർത്തകളായിട്ട് കംസൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ കംസൻ്റെ കൊട്ടേഷൻ ടീമിലെ അടുത്ത അംഗത്തിനെ ഇറക്കാൻ സമയമായി എന്ന് അദ്ദേഹം വിചാരിക്കുകയും പ്രലംബാസുരനെ ആ ഒരു ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു. പ്രലംബാസുരൻ വിചാരിച്ചു, പല വേഷത്തിൽ ചെന്നിട്ടും ഇവരെയൊന്നും വധിക്കാൻ സാധിക്കുന്നില്ല, രാമകൃഷ്ണന്മാരെ വധിക്കാൻ സാധിക്കുന്നില്ല. വൃന്ദാവനത്തിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള അസുരന്മാരെല്ലാം വധിക്കപ്പെടുന്നതെന്നും ഏതോ കുട്ടികളുടെ കൈകളാലാണ് വധിക്കപ്പെടുന്നതെന്നും മനസ്സിലാക്കി. അത് കംസൻ്റെ അന്തകനായി പിറന്നിരിക്കുന്ന കുഞ്ഞാണെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ആ കുഞ്ഞിനെ തേടി വൃന്ദാവനത്തിലെത്തിയ പ്രലംബന് തോന്നി, വ്യത്യസ്തമായ നിറത്തോടു കൂടിയ കൃഷ്ണനെയും ബലവാനായ രാമനെയും കണ്ടപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഇവർ തന്നെയായിരിക്കണം ആ കുട്ടികളെന്ന് അദ്ദേഹം മോഹിച്ചു. പലരും പല വേഷത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വതസിദ്ധമായ വേഷത്തിൽ എത്തിയതുകൊണ്ടായിരിക്കാം ഇവരെ വധിക്കാൻ സാധിക്കാത്തത്. ഞാൻ ഇവരുടെ ഇടയിലെ ഒരു കുട്ടിയായി തന്നെ ചെല്ലാമെന്ന് വിചാരിച്ച് ഒരു ഗോപാലൻ്റെ വേഷം ധരിച്ചു അത്രേ അദ്ദേഹം. എന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗോപാലന്മാരുടെ ഇടയിൽ ചെന്ന് അവരോട് കൂട്ടുകൂടി. അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരോട് കൂട്ടുകൂടിയ സമയത്ത് ഇവരെ രാമൻ നേതൃത്വം നൽകുന്ന ഒരു ടീമും കൃഷ്ണൻ നേതൃത്വം നൽകുന്ന മറ്റൊരു വിഭാഗവുമായി 2 ഭാഗമായി തിരിഞ്ഞ് ഒരു കളി ആരംഭിച്ചു. ഈ കളി വടംവലിയാണ് എന്ന് ചിലരൊക്കെ അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു കളിയുടെ സമയത്ത് ആരാണോ ജയിക്കുന്നത് അവരെ തോൽക്കുന്നത് ആരാണോ അവരെ ചുമലിലിരുത്തിക്കൊണ്ട് ഒരു നിശ്ചിത ദൂരം വരെ കൊണ്ടുപോകണം എന്നാണ് അവരുടെ കളിയുടെ നിബന്ധന ഉണ്ടായിരുന്നത്. അപ്പോൾ രാമനും കൃഷ്ണനും നിന്നുകൊണ്ട് പറഞ്ഞു, ആരൊക്കെയാണ് എൻ്റെ ടീമിൽ, ആരൊക്കെയാണ് ഏട്ടൻ്റെ ടീമിൽ, ഇങ്ങനെ ചോദിക്കുകയാണ് ഭഗവാൻ. ആ സമയത്ത് ഭഗവാൻ കണ്ണുകൊണ്ട് ഓരോരുത്തരെയും നോക്കുകയാണ് അത്രേ, നീ എൻ്റെ ഭാഗത്തല്ലേ എന്ന്. ഓരോ ഗോപന്മാരും സംശയമില്ലാതെ പറഞ്ഞു, ഞാൻ കൃഷ്ണൻ്റെ ഭാഗത്താണെന്ന്. രാമന് കള്ളത്തരം മനസ്സിലായി അത്രേ. രാമൻ പറഞ്ഞു, കൃഷ്ണ, ഉണ്ണി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കൂ. ഉണ്ണി കണ്ണുകൊണ്ട് മാടി വിളിച്ച് എല്ലാ ഗോപാലന്മാരും അപ്പുറവും രാമൻ മാത്രം ഇപ്പുറവുമായി പോയും, അതുകൊണ്ട് ഉണ്ണി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കൂ എന്ന് പറഞ്ഞു. ഉണ്ണി കൃഷ്ണനെ പുറംതിരിച്ച് നിർത്തിയിട്ടാണ് അത്രേ അവർ തുല്യമായി ഗോപാലന്മാർ പങ്കിട്ടെടുത്തത്. പ്രലംബൻ ആലോചിച്ചു അത്രേ ആരുടെ ടീമിലാണ് പോകേണ്ടതെന്ന്. പ്രലംബൻ വിചാരിച്ചു അത്രേ, ഞാൻ കൃഷ്ണൻ്റെ ടീമിലാവാമെന്ന്. ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ ടീമിൽ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ടീമിലാണ് അത്രേ പ്രലംബൻ ചേർന്നത്. അങ്ങനെ ചേർന്ന് ഓപ്പോസിറ്റായിട്ട് രാമനും വന്നു. അങ്ങനെ ഇരു വിഭാഗക്കാരും തമ്മിൽ കടുത്ത മത്സരം നടക്കുകയും ഭഗവാന്റെ ടീം പരാജയപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ടീം പരാജയപ്പെട്ടപ്പോൾ ഭഗവാന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ബലരാമൻ്റെ ടീമിലെ ശ്രീദാമാവിനോടാണ് അത്രേ ഭഗവാൻ തോറ്റത്. അപ്പോൾ ശ്രീദാമാവ് പറഞ്ഞു, അത്ര സംശയമില്ല കൃഷ്ണ, എന്നെ എടുക്കണം എന്ന് പറഞ്ഞതും ഭഗവാനെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ശ്രീദാമാവിനെ ചുമലിലേറ്റിക്കൊണ്ട് ഭഗവാൻ തുള്ളിച്ചാടിക്കൊണ്ടാണ് അത്രേ പോകുന്നത്. ഭഗവാൻ ഇതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല എന്നാണ് പറയണേ. ഭക്തന്മാരെ ചുമലിലേറ്റുക എന്നതാണ് ഭഗവാൻ സ്വന്തം ദൗത്യമായിട്ട് ഇന്നും അന്ന് മാത്രമല്ല ഇന്നും ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഭക്തന്മാരെ നെഞ്ചിലേറ്റുക, തോളിലേറ്റുക, ചുമലിലേറ്റുക, തലയിലെടുത്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ശ്രീദാമാവിനെ എടുത്തുകൊണ്ട് കിതയ്ക്കുന്നത് പോലെയൊക്കെ അഭിനയിച്ച് നാട്യം കാണിച്ചിട്ടാണ് അദ്ദേഹം എടുക്കുന്നത്. അപ്പോൾ ശ്രീദാമാവ് പറഞ്ഞു അത്രേ, ഉണ്ണി കൃഷ്ണ കുറച്ച് ദൂരം എത്തിയപ്പോൾ പറഞ്ഞു, ഉണ്ണി കൃഷ്ണ നിർത്തിക്കോളൂ, മതി, കണ്ണൻ എന്നെ ഇവിടെ ഇറക്കി വെച്ചോളൂ, ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, പറ്റില്ല, നമ്മൾ എവിടെയാണോ ബോർഡർ വെച്ചിരിക്കുന്നത് അവിടം വരെ തന്നെ ഞാൻ എടുക്കും. അല്ല, ഉണ്ണിക്ക് വയ്യാണ്ടായിരിക്കണം, ഓക്കെ, അതപ്പോൾ തോന്നുന്നില്ലേ, അതുകൊണ്ട് ഇവിടെ വെച്ചോളൂ, ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതൊക്കെ നീ ഇപ്പം പറയും, ഇനി നമ്മൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലൊരു
കശപിശയുണ്ടായി എന്തെങ്കിലും തരത്തിൽ ഒരു അലോഹ്യം വന്നാൽ അന്ന് നീ പറയും കൃഷ്ണനെ അന്ന് കള്ളത്തരം കാണിച്ചു എന്ന്. അത് പറ്റില്ല, ഞാൻ അവിടം വരെ തന്നെ എടുക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ സന്തോഷപൂർവ്വം ശ്രീതാമാവിനെ ചുമലിലേറ്റിക്കൊണ്ട് ആ ഒരു നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന അതിര് വരെ എത്തിച്ചു അത്രേ. അപ്പോഴാണ് രാമനെ എടുത്തുകൊണ്ട് പ്രലംബന് പോവേണ്ടി വന്നത്. പ്രലംബൻ രാമനെ എടുക്കുകയും രാമനെ ചുമലിലേറ്റി. അപ്പോൾ പ്രലംബൻ വിചാരിച്ചു അത്രേ കുറച്ചധികം ദൂരം പോകണം. അതിര് നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് പിന്നീട് ദൂരത്തേക്ക് പോയതിന് ശേഷം സ്വസ്വരൂപം സ്വീകരിച്ച് ആ ഒരു രാക്ഷസഭാവം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആസുരികമായ തൻ്റെ ഭാവം കണ്ടാൽ തന്നെ ഈ കുട്ടി പേടിച്ച് വിറച്ച് മരിച്ചോളും. അധികം പണിയെടുക്കേണ്ടി വരില്ല. കുറച്ച് ദൂരം ഒന്ന് ഇവനെ ചുമലിലേറ്റിയേക്കാം എന്ന് കരുതി ബലരാമനെ ചുമലിലേറ്റി പതിവിലധികം ദൂരം പോയി അത്രേ. അതിര് കടന്നും പോകുന്നത് കണ്ടപ്പോൾ ഗോപാലന്മാരെല്ലാം നിൽക്കൂ അവിടം വരെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോഴും കേൾക്കാണ്ട പ്രലംബൻ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുകയാണത്രേ. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു അത്രേ, എന്താ ഏട്ടാ ഇങ്ങനെ ഇരിക്കുന്നത്, വന്നതാരാണെന്ന് മനസ്സിലായില്ലേ എന്നുള്ള ഭാവത്തിൽ ഒന്ന് നോക്കി ബലരാമൻ തിരിച്ചും നോക്കിയത്രേ. വന്ന ആളെ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടല്ല, പക്ഷേ ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ കൃഷ്ണൻ ആ കാളിയൻ്റെ പുറത്ത് കയറി ഒരു കാളിയ മർദ്ദന നൃത്തമൊക്കെ ചെയ്തത്. അതുപോലെ ഇനി പ്രലംബ നൃത്തം വല്ലതും ചെയ്യേണ്ടി വരുമോ ഞാനിന്നിങ്ങനെ ആലോചിച്ചതാണ്. ഇനിയിപ്പോൾ പ്രലംബൻ്റെ തലയിൽ കയറിയിട്ടൊരു ഡാൻസ് എൻ്റെ വകയും കൂടി കളിക്കണോ എന്ന് ആലോചിച്ചതാണ് എന്ന് പറയലും അദ്ദേഹത്തിൻ്റെ 2 കൈയും മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പ്രലംബാസുരൻ്റെ തലയിൽ അടിച്ച് കൊന്ന്. രണ്ടും ഒരേ നിമിഷം തന്നെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രലംബാസുര വധവും ഇവിടെ അവസാനിക്കുകയാണ്. ഈ 2 കഥകളോടുകൂടി, ഈ 2 കഥയൊക്കെ ഇങ്ങനെയൊന്നും അല്ല, കുറേയൊക്കെ വിസ്തരിക്കണം, പക്ഷേ എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന് താഴെ നാമങ്ങൾ എല്ലാവരും കമൻറ്റായി അറിയിക്കണം. നാളെ പുതിയ കഥയും കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. നാളെ കാണാം കേട്ടോ.